ടേസ്റ്റി ക്യൂൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗാർലിക് പേസ്റ്റാണ് തയ്യാറാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എഗ് വൈറ്റ്, ഓയിൽ, ലെമൺ ജ്യൂസ്, സോൾട്ട്, ഗാർലിക്. ഈസിയായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്നത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഗാർലിക്ക് ഒരു 2 അല്ലി മതി. നമുക്ക് വെളുത്തുള്ളി നമ്മളൊരു 2 അല്ലി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. 4 മുട്ടയുടെ വെള്ള, ഒരു 1/2 കപ്പ് ഓയിൽ, ഒരു 1/2 ടീസ്പൂൺ സോൾട്ട്, ഒരു നാരങ്ങയുടെ നീര്, 2 വെളുത്തുള്ളി അല്ലി. അപ്പോൾ ഞാൻ ഈ മുട്ടയുടെ വെള്ള ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ മുട്ടയുടെ വെള്ളയിലേക്ക് ആ ഒരു നാരങ്ങ നീരും 2 വെളുത്തുള്ളി അല്ലിയും ആ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കും. അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാം. എത്ര വേണമെങ്കിൽ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാനിനി അടുത്തതായിട്ട് ആ ഒരു 1/2 കപ്പ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ആ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു 2-3 പ്രാവശ്യം ഒന്ന് ചെറിയ ഇതിനകത്തിൽ 2 ഇതിൽ നമ്മൾ കറക്കിയെടുക്കും. ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതഞ്ഞ് അതൊന്ന് അരയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ? അപ്പോൾ അത് വെള്ളമായിട്ട് തന്നെ ഇരിക്കുകയാണ്, കട്ടിയായിട്ടില്ല. നമ്മുടെ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. അതിലേക്ക് ഞാനിപ്പോൾ ആ ബാക്കി ഇരുന്ന ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഓയിൽ കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു തിക്കായിട്ടുള്ള ഗാർലിക് പേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇളക്കി നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും നമുക്ക് കട്ടിയായിട്ടാണോ അതോ ലൂസായിട്ടാണോ ഇരിക്കുന്നതെന്ന്. ഇതിപ്പോൾ ഞാൻ കണ്ടില്ലേ, നിങ്ങൾ നോക്കി ക്യാനത്തിൽ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ടത്. നമ്മൾ വിചാരിക്കും ഇത് കാണുമ്പോൾ അയ്യോ ഇത് ലൂസാണല്ലോ എന്ന് വിചാരിക്കും. അല്ല, നമ്മൾ അപ്പോൾ ഞാനിതൊന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് കുറവ് തോന്നി എനിക്ക്. അപ്പോൾ ഞാനൊരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് എനിക്കൊരു ഇച്ചിരി ഓയിലിൻ്റെ കുറവ് തോന്നി. അപ്പോൾ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ അതിലൊഴിച്ചു. എന്നിട്ട് അതൊന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നല്ലതായിട്ട് നമ്മളിത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമ്മൾ ആ ഓയിൽ ചേർത്ത് ബ്ലെൻഡ് ചെയ്യുന്നതനുസരിച്ചാണ് ആ ഗാർലിക് പേസ്റ്റ് കട്ടിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. കണ്ടില്ലേ, നല്ല കട്ടിക്ക് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ എങ്ങനെ മേടിക്കുന്നോ അതേപോലെയുള്ള നല്ല ഗാർലിക് പേസ്റ്റ് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഞാനത് ഇളക്കി കാണിക്കാം. കണ്ടോ, നല്ലതായിട്ട് നല്ല കട്ടിക്ക് തന്നെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചിക്കൻ പെട്ടെന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുബൂസ് ഒക്കെ വെച്ച് നമുക്ക് ഗസ്റ്റിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ചെയ്ത് നോക്കണം. മറക്കരുത്, ഞങ്ങളുടെ ടേസ്റ്റി ക്യൂൻസ് ചാനൽ കാണുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളെല്ലാവരും ഓർക്കണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ.